ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചേമ്പും ക്യാരറ്റും പയറും വെച്ചിട്ടുള്ള ഒരു തോരൻ കറി റെസിപ്പി ആട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് എല്ലാം കുറേശ്ശേ ഉണ്ടായിരുന്നുള്ളൂ, ക്യാരറ്റൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമുക്ക് ഒരു തോരൻ കറി പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി തോലൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് വരണം. വളരെ പെട്ടെന്ന് നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലുള്ളത് വെച്ചിട്ട് നമുക്ക് കറി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ചേമ്പൊക്കെ നന്നായിട്ട് ഈ ഒരു സൈസിൽ ഞാനിവിടെ അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതെല്ലാം നമുക്ക് ചെറുതാക്കി ഒന്നുകൂടി ഒന്ന് അരിഞ്ഞു കൊടുക്കണം. ക്യാരറ്റും അതുപോലെ പയറെല്ലാം ചെറുതാക്കി അരിഞ്ഞു കൊടുക്കണം. എന്നിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. കണ്ടില്ലേ, ഇനി ബാക്കിയെല്ലാം നമുക്കിങ്ങനെ തന്നെ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിവിടെ പയറും ക്യാരറ്റും ചേമ്പും എല്ലാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്തേക്ക് സവാള വേണേൽ ചേർക്കാം, ഞാൻ സവാള ചേർക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചിരണ്ടി എടുക്കണം. ഇപ്പോൾ തേങ്ങയൊക്കെ ഇവിടെ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ വെച്ച് കൊടുക്കാം. ഈ പാനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഈ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങളൊക്കെ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഉപ്പ് എല്ലാ ഭാഗത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അതിനുശേഷം ഇതിനകത്തൊരു തുള്ളി വെള്ളം ഒന്നും ഒഴിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുത്ത് വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു മൂടി തുറന്നിട്ട് കേട്ടോ. അതുകൊണ്ട് അടിയിൽ പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടൊരു നാടൻ കറി നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ ബൈ ബൈ.